ഇന്ന് വൈകുന്നേരം നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് തുടങ്ങുന്നത് 5 മണിക്കാണെങ്കിലും നമ്മളൊക്കെ വളരെ നേരത്തെ തന്നെ മീറ്റിംഗ് നടത്തുന്ന സ്ഥലത്തെത്തി അവിടെ സ്ഥാനം പിടിച്ചു. അങ്ങനെ മീറ്റിംഗൊക്കെ തുടങ്ങി. നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ മീറ്റിംഗ് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. മീറ്റിങ്ങിൽ ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനെടുത്ത സ്നാക്സ് പരിപ്പ് വടയാണ്. വേറെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കെ ഭയങ്കര ഒരു മഴയെന്ന് പറഞ്ഞാലോ അതിഭയങ്കരമായ മഴ, തുള്ളിക്ക് ഒരു കുടം മഴ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു മഴയായിരുന്നു. മഴ മാത്രമല്ല, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഇടിയും മിന്നലും എന്ന് കേൾക്കുമ്പോഴേ എനിക്കാകെ പേടിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇടിയും മിന്നലും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജനാലകൾ ചെന്ന് നിന്ന് ഇടിയും മിന്നലുമൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇനി കുറച്ച് നേരം കൂടിയുണ്ട് മീറ്റിംഗ്. ഈ മഴയത്ത് എങ്ങനെ വീട്ടിൽ പോകുമെന്നുള്ള ചിന്തയായി നമുക്കൊക്കെ. എനിക്കാണെങ്കിൽ കുടയുമില്ല. മുമ്പൊരു മഴയത്ത് ബസ്സിൽ താത്തു വെച്ചതാണ് എൻ്റെ കുട. ഇറങ്ങാൻ നേരത്ത് ഞാൻ ആ കുടയെടുക്കാൻ മറന്നുപോയി. ഇപ്പം കുടയില്ലാതെയാണ് എൻ്റെ നടപ്പ്. എല്ലാവരും വളരെ ശ്രദ്ധയോടൊക്കെ തന്നെയാണ് മീറ്റിങ്ങിലിരിക്കുന്നത്. പ്രസംഗമൊക്കെ തീരാറായെന്ന് തോന്നുന്നു. അങ്ങനെ മീറ്റിംഗ് എല്ലാം തീർന്നു. നമ്മളൊക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി ഫ്രണ്ടിൽ പോകണമെങ്കിൽ എനിക്ക് കുടയൊന്നുമില്ലല്ലോ, പെരുമഴ. അപ്പം എങ്ങനെ ഫ്രണ്ടിൽ പോകുക എന്ന ചിന്ത. പിന്നെ ഒരാളിൻ്റെ കുട കിട്ടി. അതിനകത്ത് ഞാൻ ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിൽ വന്ന് നിൽപ്പായെങ്കിലും എങ്ങനെ പോകും? പുറത്ത് ഭയങ്കര മഴയാണ്. മഴ തോരുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിറയെ വെള്ളം. ഇനി ഓട്ടോയോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ബസ് സ്റ്റോപ്പിൽ എത്താൻ കഴിയുകയുള്ളൂ. എങ്ങനെ പോകണോ എന്നുള്ള ചിന്തയിലായി നിൽക്കുകയാണ് ഞാൻ. ഇടിയും മിന്നലും ഒന്നും നിൽക്കുന്നില്ല. ഞാനിങ്ങനെ നിൽപ്പായി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അവസാനം എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. ആ ഓട്ടോറിക്ഷയിൽ കയറി ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് വാഹനങ്ങളുടെ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും എനിക്ക് പോകേണ്ടുന്ന ബസ് കിട്ടി. അതിൽ കയറി ഞാൻ വീട്ടിൽ പോയി. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ.